നമസ്കാരം. ഫോർട്ടിക് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി തിരിച്ചടി ഏറ്റുവാങ്ങിയ ബി.ജെ.പി മൂന്നാം തവണയും അധികാരത്തിലേറണമെന്ന വാശി കൊണ്ട് പലരുടെയും കൈയും കാലും പിടിച്ചും പല മോഹന വാഗ്ദാനങ്ങളിൽ വീഴ്ത്തിയും അധികാരം സ്വന്തമാക്കി. എന്നാൽ മൂന്നാം തവണയും അധികാരത്തിലേറിയെന്ന ഹുങ്കിൽ നിൽക്കുന്ന ബി.ജെ.പിക്ക് പണ്ടുണ്ടായത്ര ബഹുമാനവും മതിപ്പും സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ്. ഇപ്പോഴിതാ സ്വന്തം പാർട്ടിക്കെതിരെ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു ബി.ജെ.പി നേതാവ്. കർണാടകയിലെ ബി.ജെ.പി നേതാവും മുൻ മന്ത്രിയുമായ അരവിന്ദ് ലിംബാവലിയാണ് വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രതിപക്ഷം എന്ന നിലയിൽ ബി.ജെ.പി എന്ന പാർട്ടി പൂർണ്ണമായും പരാജയപ്പെട്ടെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. കൂടാതെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ ബി.വൈ വിജയേന്ദ്രയും പ്രതിപക്ഷ നേതാവ് ആർ അശോകനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. മുഡ അഴിമതി, വാൽമീകി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതി, SC/ST വിഭാഗക്കാർക്കുള്ള ഫണ്ടിന്റെ ദുരുപയോഗം തുടങ്ങിയ വിഷയങ്ങളൊന്നും വേണ്ടത്ര രീതിയിൽ ഉന്നയിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ലിംബാവലി പറയുന്നത്. ഇതൊക്കെ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടാൽ ഭരണപക്ഷം നടത്തുന്ന അഴിമതിയിൽ പ്രതിപക്ഷത്തിനും പങ്കുണ്ടെന്ന് ജനം സംശയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാനുള്ള മികച്ച അവസരമായിരുന്നു നിയമസഭയുടെ വർഷകാല സമ്മേളനം. അതും ഉപയോഗപ്പെടുത്തുന്നതിൽ ബി.ജെ.പി നേതൃത്വം പരാജയപ്പെട്ടു. നിരവധി ജില്ലകളിൽ ഡെങ്കിപ്പനി തുടരുകയാണ്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നിരവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. സംസ്ഥാനത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ ഏറ്റെടുക്കണമെന്ന് നമ്മുടെ നേതാക്കൾക്ക് തോന്നാത്തത് ഖേദകരമാണെന്നും ലിംബാവലി കുറ്റപ്പെടുത്തുകയായിരുന്നു. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലിംബാവലിക്ക് ബി.ജെ.പി സീറ്റ് നിഷേധിച്ചിരുന്നു. പകരം അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുള അരവിന്ദ് ലിംബാവലിയാണ് മഹാദേവപുരം മണ്ഡലത്തിൽ മത്സരിച്ചത്. എന്നാലും സ്വന്തം പാർട്ടിക്കെതിരെ വിമർശനം നടത്തിയ ലിംബാവലിക്കെതിരെ കർണാടക ബി.ജെ.പി നേതൃത്വത്തിനുള്ളിൽ മുറമുറപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ വലിയൊരു പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്നത് നിസ്സംശയം പറയാം. പണ്ട് കോൺഗ്രസിൽ ഒത്തൊരുമയും ഐക്യവുമില്ലെന്ന് കുറ്റം പറഞ്ഞ ബി.ജെ.പി നേതൃത്വത്തിനുള്ളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് പരസ്പരം തമ്മിൽ തല്ലുന്ന, സ്വന്തം പാർട്ടിയെ വരെ വലിച്ചുകീറി ഭിത്തിയിലൊട്ടിക്കുന്ന നേതാക്കളെയാണ്. എന്തായാലും കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുമെന്ന് ബി.ജെ.പി ഇതിനോടകം മനസ്സിലാക്കി കാണണം.